Good afternoon, everyone. We will discuss the advanced JEE question paper discussion. We will directly the question. The question match the following question. 3 columns column 1, column 2, column 3. Column 1 is a binomial expansion. Column 1 is a binomial expansion. Column 2 represents a term which is numerically greatest coefficient. That expansion ഏറ്റവും വലിയ കോഎഫിഷ്യന്റ് വരുന്ന ടേം ഏതാണോ ആ ടേമിനെയാണ് കോളം 2 റെപ്രസെന്റ് ചെയ്യുന്നത്. കോളം 3 റെപ്രസെന്റ് ചെയ്യുന്നത് ഓൾജിബ്രിക്കലി ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ടേം, അതായത് എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ എക്സ്പാൻഷനിലെ ഏറ്റവും വലിയ ടേം ന്യൂമറിക്കലി ഗ്രേറ്റർ ആണ്. ന്യൂമറിക്കലി ഗ്രേറ്റർ മീൻസ് നമ്മൾ സൈൻ കൺസിഡർ ചെയ്യില്ല, പ്ലസ് ഓർ മൈനസ് സൈൻ കൺസിഡർ ചെയ്യില്ല, അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ന്യൂമറിക്കലി ഗ്രേറ്റസ്റ്റ് ടേം ഒരു എക്സ്പാൻഷനിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് ഈ എൻ്റയർ മാച്ച് ദ ഫോളോയിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ ന്യൂമറിക്കലി ഗ്രേറ്റസ്റ്റ് ടേം ഇൻ ആൻ എക്സ്പാൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്. a plus x the whole raised to n എന്ന് പറയുന്ന ഒരു എക്സ്പാൻഷൻ എടുത്തു. എനിക്ക് അതിനകത്ത് ന്യൂമറിക്കലി ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ടേം ആരാന്ന് കണ്ടുപിടിക്കണം ഫോർ സം പർട്ടിക്കുലർ വാല്യൂ ഓഫ് എക്സ്. അതിന് ഞാൻ a plus x the whole raised to n എന്ന് പറയുന്ന എക്സ്പാൻഷനെ a പുറത്തോട്ട് എടുക്കുക. അപ്പോൾ a raised to n into 1 plus x by a ഫോമിൽ എഴുതുക. ഓക്കെ, അതായത് 1 plus x ഫോമിൽ നിങ്ങൾ ആ എക്സ്പാൻഷനെ റെപ്രസെൻറ്റ് ചെയ്യുക. റെപ്രസെൻറ്റ് ചെയ്തതിന് ശേഷം m എന്ന് പറയുന്ന ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. m will be modulus of x by a into n plus 1 divided by modulus of x by a plus 1. അപ്പോൾ ഈ എമ്മിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ കൺക്ലൂഷൻസ് വരുന്നത്. ഈ എമ്മിൻ്റെ ഫോമുല നമുക്ക് പഠിച്ചു വെക്കാൻ എളുപ്പമാണ്. 1 പ്ലസ് വാട്ട് എവർ ഹിയർ, ഇവിടെ ആരാണോ വരുന്നതെന്ന് നോക്കുക, അയാളുടെ മോഡുലസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ദ മോഡുലസ് ഓഫ് ദിസ് ടേം ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ദ സെയിം ടേം പ്ലസ് 1. അങ്ങനെയാണ് നമ്മൾ എം കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. വൺസ് എം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് എം ഇൻറ്റീജർ ആണോ നോട്ട് ആൻ ഇൻറ്റീജർ ആണോ എന്ന്. സപ്പോസ് നമ്മുടെ കാൽക്കുലേഷനിൽ കിട്ടുന്ന എം ഒരു ഇൻറ്റീജർ ആണ് എങ്കിൽ അതിനർത്ഥം mth ടേമും m പ്ലസ് nth ടേമും ന്യൂമറിക്കലി ഗ്രേറ്റസ്റ്റ് ടേം തന്നെയാണ്. എക്സിന് ഏത് വാല്യൂ ആണോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് ആ പർട്ടിക്കുലർ വാല്യൂവിൽ mth ടേമും m പ്ലസ് nth ടേമും ന്യൂമറിക്കലി ഗ്രേറ്റസ്റ്റ് ടേം തന്നെ ആയിരിക്കും. ഓക്കെ, അവർ ആ രണ്ട് ടേംസും ഈക്വലും ആയിരിക്കും ആ കേസിൽ. ഇനി എം ഇൻറ്റീജർ അല്ല എന്നിരിക്കട്ടെ, എം ഇൻറ്റീജർ അല്ല എങ്കിൽ ടി ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് m പ്ലസ് 1 വിൽ ബി ദ ന്യൂമറിക്കലി ഗ്രേറ്റസ്റ്റ് ടേം. ഫോർ എക്സാമ്പിൾ ഞാൻ എം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ m എനിക്കൊരു 2.1 ആണ് വന്നതെങ്കിൽ ദെൻ ടേം ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് 2.1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് 2.1 ഇസ് 2, സോ ദിസ് ഇസ് t3 ആയിരിക്കും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾക്ക് എക്സിനൊരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്തിട്ട് അതിനകത്ത് ന്യൂമറിക്കലി ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടേമിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം ഇത് യൂസ് ചെയ്തിട്ട്. അതേസമയം എനിക്ക് അതിൻ്റെ കോഎഫിഷ്യൻറ്റുകളിൽ ആരെയാണ് വലുത് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ആ കോഎഫിഷ്യൻറ്റുകളിൽ വിച്ച് ഇസ് ദി ലാർജസ്റ്റ് കോഎഫിഷ്യൻ്റ് എന്നെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനും നിങ്ങൾ ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. എക്സിന് 1 ഇട്ട് കൊടുത്താൽ മതി. ആലോചിച്ച് നോക്കുക, നിങ്ങൾ എക്സിന് 1 കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എക്സിന് 1 കൊടുക്കുമ്പോൾ ആ എക്സ്പാൻഷനകത്ത് എക്സിൻ്റെ ടേംസ് എല്ലാം 1 ആയി പോകും. ബാക്കി റിമൈൻ ചെയ്യുന്ന അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കോഎഫിഷ്യനിൽ ആരാണ് ലാർജർ എന്നാണ്. ഓക്കെ, അപ്പോൾ വൺസ് എനിക്ക് കോഎഫിഷ്യനിൽ ആരാണ് ലാർജർ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം എക്സിന് 1 കൊടുത്തിട്ട്. അത് നമ്മൾ ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട ആദ്യത്തെ പോയിൻ്റാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ a പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു n എന്ന് പറയുന്ന എക്സ്പാൻഷൻ എടുത്തു. അതേപോലെ എക്സ് പ്ലസ് എ ദ ഹോൾ റേസ് ടു n എന്ന് പറയുന്ന എക്സ്പാൻഷൻ എടുത്തു. ഇവർക്ക് രണ്ടുപേർക്കും സെയിം എക്സ്പാൻഷൻ ആണ്, കാരണം രണ്ടുപേരും സെയിം വാല്യൂ ആണ്. പക്ഷേ നിങ്ങളുടെ എക്സ്പാൻഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ a പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു എൻ്റെ എക്സ്പാൻഷൻ നേരെ തിരിഞ്ഞായിരിക്കും എക്സ് പ്ലസ് എ ദ ഹോൾ റേസ് ടു എൻ്റെ എക്സ്പാൻഷനായിട്ട് മാറുന്നത്. വിച്ച് മീൻസ് എനിക്കിപ്പം ഈ എക്സ് പ്ലസ് 2 ദ ഹോൾ റേസ് ടു 5ൻ്റെ ഓൾജിബ്രിക്കലി ഗ്രേറ്റസ്റ്റ് ടേം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ആദ്യമേ അതിനെ 1 പ്ലസ് എക്സ് ബൈ എ ഫോമിലോട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിരുന്ന് ഞാൻ 2 ആയിരിക്കും പുറത്തെടുക്കുന്നത്. അപ്പം 1 പ്ലസ് എക്സ് ബൈ 2 റേസ് ടു 5 ഔട്ട്സൈഡ് വരും. സോ ദ ഹോൾ റേസ് ടു 5 ഇങ്ങനെ ആയിരിക്കും വരുന്നത് 2 പുറത്തെടുക്കുമ്പോൾ. ഇവിടെ ഞാൻ ഈ എക്സ്പാൻഷനും തിരിച്ചെഴുതിയിട്ടുണ്ട്. എക്സ്പാൻഷൻ തിരിച്ചെഴുതുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നമ്മുടെ എൻ്റയർ എക്സ്പാൻഷൻ ഇപ്പോൾ നേരെ തിരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എത്രാമത്തെ ടേം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഈ എക്സ്പാൻഷൻ്റെ ഒരു 3rd ടേം ആണ് എങ്കിൽ ഇതിൻ്റെ എത്രാമത്തെ ടേം ആയിരിക്കും? ഇതിനകത്ത് മൊത്തം 5 റേസ് ടു 5 വന്നുകൊണ്ട് ഇതിനകത്ത് മൊത്തം 6 ടേംസ് ആണുള്ളത്. a പ്ലസ് ബി ദ ഹോൾ റേസ് ടു എന്നിൻ്റെ എക്സ്പാൻഷനിൽ n പ്ലസ് 1 ടേംസ് ആണുള്ളത്.
അപ്പോൾ n+1 ടേംസ് വരുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ നിന്ന് അങ്ങോട്ട് എത്രാമത്തെ ടേം ആണെന്ന് നോക്കുക. ഈ ഓർഡർ നമ്മൾ തിരിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ടേം വേണം എടുക്കാനായിട്ട്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് തേർഡ് ടേം ആണ് എങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ടേം ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് 6 ആണ്. ഇറ്റ് വിൽ ബി 6 മൈനസ് ദിസ് ടേം പ്ലസ് 1. ഇതായിരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ടേമിൻ്റെ കൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓർഡർ തിരിച്ചാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ബാക്കിൽ നിന്നുള്ള കാര്യമാണ് കിട്ടുന്നത്. അപ്പോൾ അത് ഇതുപോലെ തിരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ശരിക്കുമുള്ള എക്സ്പാൻഷൻ്റെ എത്രാമത്തെ ടേം ആണെന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. എനിവേ ആ ടേംസ് രണ്ടും സെയിം ആയിരിക്കും, ടേംസിൻ്റെ പൊസിഷനാണ് മാറുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ആദ്യത്തെ എക്സ്പാൻഷൻ എടുക്കാം. 1 + 2x the whole raised to 30. ഓക്കെ, ഈ എക്സ്പാൻഷനിൽ എനിക്ക് ഗ്രേറ്റസ്റ്റ് കോഎഫിഷ്യൻറ്റ് വരുന്ന ആരാന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എനിക്ക് ഓൾറെഡി അറിയാം ഗ്രേറ്റസ്റ്റ് കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എക്സിന് 1 യൂസ് ചെയ്തിട്ട് ആ കാൽക്കുലേഷൻ നടത്തിയാൽ മതി. അപ്പോൾ സിമിലർലി നിങ്ങൾ എം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. എം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ദ ടേം ഹിയർ ഇസ് 2x. അപ്പോൾ അതിൻ്റെ മോഡുലസ് ഇവിടെ യൂസ് ചെയ്താൽ മതി. എക്സിന് 1 യൂസ് ചെയ്യുക ഞാനിവിടെ, കാരണം ഞാൻ ഹയർ കോഎഫിഷ്യൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സിന് 1 യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് 20.6 ആണ് കിട്ടിയത്. സോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റർ ഓഫ് 20.6 ഇസ് 20 + 1, 21st ടേം ആയിരിക്കും. സോ 1 + 2x the whole raised to 30യുടെ 21st ടേം ആയിരിക്കും ലാർജസ്റ്റ് കോഎഫിഷ്യൻ്റ് ഉള്ള ടേം. ഓക്കെ, ഇനി അടുത്ത മാച്ചിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1/1 ആയിട്ട് സെയിം ഫോമിൽ യൂസ് ചെയ്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഞാൻ ആദ്യം എക്സിന് -1/2 കൊടുക്കുമ്പോൾ ഏതാണ് ന്യൂമറിക്കലി ഗ്രേറ്റസ്റ്റ് ടേം എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് സെയിം കാൽക്കുലേഷൻ തന്നെ ഒന്നുകൂടെ ചെയ്താൽ മതി. എക്സിന് -1/2 കൊടുക്കുക. എക്സിന് -1/2 കൊടുക്കുമ്പോൾ സെയിം കാൽക്കുലേഷൻ, എക്സിന് -1/2 കൊടുക്കുക. യു വിൽ ഗെറ്റ് 15.5. 15.5 ആണ് എങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റർ വാല്യൂ ഇസ് 15 + 1, 16th ടേം ഇസ് ലാർജർ. ഇവിടെ 27th ടേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അടുത്തത് എക്സിന് -1/7 ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സെയിം ഫോമുല തന്നെയാണ്. എക്സിന് -1/7 റീപ്ലേസ് ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്കും 6.8 ആണ് കിട്ടുന്നത്. 6.8 ആണെങ്കിൽ ഇറ്റ് വിൽ ബി 6.8ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റർ വിൽ ബി 6 + 1, that will be equal to 7th term. Okay, x equal to -1/7 7th term തന്നെയാണ് ന്യൂമറിക്കലി ഗ്രേറ്റസ്റ്റ്. സോ തേർഡ് വൺ മാച്ചസ് ടു Q. വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് വൺ കൂടെ ചെക്ക് ചെയ്ത് നോക്കാം, കാരണം മോർ ദാൻ 1 മാച്ചസ് വരാൻ പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് വൺ കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ടിക്ക് എക്സിന് -1/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സിന് -1/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സെയിം കാൽക്കുലേഷൻ വീണ്ടും നടത്തുക. 12.5 ആണ് എനിക്ക് വന്നത്. 12.5 ഗ്രേറ്റസ്റ്റ് ഇൻറ്റർ വിൽ ബി 12 + 1, 13th ടേം ആണ്. ഇവിടെ T4 ആണ്. സോ ദാറ്റ് ഇസ് നോട്ട് എ റോങ് ഓപ്ഷൻ. അപ്പോൾ ആദ്യത്തെ മാച്ചിങ് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തതാണ് എങ്കിൽ 5 - 3x the whole raised to 17 ആണ്. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ആദ്യമേ എക്സിന് 1 കൊടുത്തിട്ട് ഞാനിത് ന്യൂമറിക്കലി ഗ്രേറ്റസ്റ്റ് ടേം, അപ്പോൾ ആദ്യമേ ഇവിടെ ഒരു 5 ആയതുകൊണ്ട് ഞാൻ 5 പുറത്തെടുത്ത് 1 - 3x/5 the whole raised to 17 ഫോമിൽ എഴുതി. അപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ മോഡുലസ് ആയിരിക്കും ഞാൻ ഫോമുലയിൽ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി മോഡുലസ് ഓഫ് ദിസ് തിങ്. എക്സിന് ഞാൻ 1 ആണ് ചൂസ് ചെയ്തത്. എനിക്ക് കാരണം ഗ്രേറ്റസ്റ്റ് കോഎഫിഷ്യൻ്റ് ആണ് ആദ്യം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ എക്സിന് 1 ചൂസ് ചെയ്തിട്ട് സെയിം കാൽക്കുലേഷൻ ഞാൻ റിപ്പീറ്റ് ചെയ്തു. എനിക്ക് 6.7 കിട്ടി. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റർ ഓഫ് 6.7 is 6 + 1, that will be 7th term. So second one matches to 7th term. 7th term ആണ് ഏറ്റവും വലിയ കോഎഫിഷ്യൻ്റ് വരുന്ന ടേം. ഇനി നേരത്തെ പോലെ ഇത് മൂന്നും അഗെയിൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എക്സിന് -1/2 കൊടുക്കുക. സെയിം കാൽക്കുലേഷൻ ചെയ്യുക. എക്സിന് -1/2 കൊടുത്തിട്ട് സെയിം കാൽക്കുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 4.1. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റർ ഓഫ് 4.1 + 1 എടുക്കുമ്പോൾ 5 ആണ് വരുന്നത്. സോ ദിസ് ഇസ് നോട്ട് ദി റൈറ്റ് ആൻസർ. സെക്കൻഡ് വൺ, എക്സിന് -1/7 യൂസ് ചെയ്യുക. എക്സിന് -1/7 യൂസ് ചെയ്യുക. സെയിം കാൽക്കുലേഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് 1.4. സോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റർ ഓഫ് 1.4 + 1 വിൽ ബി 2. സെക്കൻഡ് ടേമും അല്ല, T7 ആണ്. ആൻഡ് തേർഡ് വൺ ഈസ് എക്സ് ഇസ് ഈക്വൽ ടു -1/3 കൊടുക്കുക. എക്സിന് -1/3 കൊടുത്തിട്ട് സെയിം കാൽക്കുലേഷൻ ഒന്നുകൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ 3 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കൺക്ലൂഷൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഇൻറ്റീജർ ആണ് വരുന്നതെങ്കിൽ mth ടേമും m+1th ടേമും ന്യൂമറിക്കലി ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ തേർഡ് ടേമും ഫോർത്ത് ടേമും ന്യൂമറിക്കലി ഗ്രേറ്റർ തന്നെ ആയിരിക്കും. സോ ഫോർത്ത് ടേം ന്യൂമറിക്കലി ഗ്രേറ്റർ എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. സോ ദിസ് ഗോസ് ടു R. ഓക്കെ, ഇപ്പം രണ്ടാമത്തെ തന്നെ മാച്ചിങ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തതും സെയിം പ്രൊസീജിയർ തന്നെയാണ്. വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് മൂന്നാമത്തെ മാച്ചിങ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അഗെയിൻ നമുക്ക് മൂന്നാമത്തെ മാച്ചിങ് എടുക്കാം. 5x² - 4
the whole raised to 34. ഇവിടെ എക്സ് സ്ക്വയർ വരുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ എക്സിന് സെയിം പ്രൊസീജിയർ യൂസ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ കോഎഫിഷ്യന്റ് നമ്മൾ എപ്പോഴും 1 ആക്കണം. കോൺസ്റ്റന്റ് ടേമിനെ 1 ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ കോൺസ്റ്റന്റ് ടേമിനെ 1 ആക്കണമെങ്കിൽ ഞാൻ ഇവിടുന്ന് -4 പുറത്തെടുക്കണം. അപ്പോൾ 1 - 5x²/4 the whole raised to 34. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന എക്സ്പാൻഷൻ ഇതാണ്, പക്ഷേ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന എക്സ്പാൻഷൻ ഇതാണ്. ഇവിടെ ഓർഡർ തിരിഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? കോൺസ്റ്റന്റ് ടേം ലെഫ്റ്റിൽ വന്നിട്ടുണ്ട്, ഓർഡർ തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാൽക്കുലേഷൻ സമയത്തും നമ്മളിത് ശ്രദ്ധിക്കണം. ഓക്കെ, നേരത്തെ പോലെ എക്സിന് 1 എടുത്ത് കൊടുത്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സിന് 1 കൊടുക്കുക, സെയിം കാൽക്കുലേഷൻ റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ എക്സിന് നിങ്ങൾ 1 കൊടുക്കുക, ഈ ടേമിൻ്റെ മോഡുലസ് ആയിരിക്കും നിങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 5/4 × 1² × 35 ഡിവൈഡ് ബൈ 5/4 × 1² plus 1, that is equal to 19/4. 19/4 ആകുമ്പോൾ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വിൽ ബി 19 plus 1, that will be equal to 20th ടേം, ശരിയല്ലേ? ഇത് ആരുടെ 20th ടേമാ? ഈ എക്സ്പാൻഷൻ്റെ 20th ടേം. ഈ എക്സ്പാൻഷൻ്റെ 20th ടേം അല്ലല്ലോ, ഈ എക്സ്പാൻഷൻ്റെ ആകുമ്പോൾ ഓർഡർ നേരെ തിരിഞ്ഞിരിക്കും. അപ്പോൾ അതിൻ്റെ എത്രാമത്തെ ടേമാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മൊത്തം എത്ര ടേംസ് ഉണ്ടെന്ന് നോക്കുക. പവർ 34 ആയതുകൊണ്ട് there will be 35 terms. So 35 - 20 plus 1, that is equal to 15 plus 1, 16th term ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. സോ തേർഡ് വൺ മാച്ചസ് ടു 16th term. അപ്പോൾ ഓർഡർ തിരിയുന്ന സമയത്തെല്ലാം നിങ്ങൾ ഇതുകൂടെ അഡീഷണലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, അതേപോലെ നമുക്ക് അടുത്ത ഇനി ഓരോ വാല്യൂസിലായിട്ട് നോക്കാം. x is equal to -1/2 കാൽക്കുലേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് 8.3 വരും. 8.3 ആകുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് 8.3 is 8 plus 1 gives 9. പക്ഷേ അത് ഇതിൻ്റെ എക്സ്പാൻഷൻ ആണ്. ഇതിൻ്റെ എക്സ്പാൻഷൻ എടുക്കുമ്പോൾ that will be 35 minus 9 plus 1, that will be equal to 27. So 27th term. So that is a correct option. അതേപോലെ ഇനി ബാക്കി രണ്ടെണ്ണം കൂടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എക്സിന് -1/7 യൂസ് ചെയ്യുക, എക്സിന് -1/7 യൂസ് ചെയ്യുക, സെയിം ഫോമുല തന്നെ റിപ്പീറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് 0.8. 0.8 ആകുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ 0 plus 1 ഫസ്റ്റ് ടേം. അപ്പോൾ തിരിച്ചെടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി 35th ടേം. സോ ദാറ്റ് ഇസ് നോട്ട് ദി കറക്റ്റ് ആൻസർ. അതേപോലെ ഫൈനൽ വൺ, x is equal to -1/3 വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് 4.2. 4.2 ആകുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ is 4 plus 1 is 5, ഫിഫ്ത്ത് ടേം. സോ ഇറ്റ് വിൽ ബി 35 - 5 plus 1, that is 30 plus 1, 31st ടേം ആയിരിക്കും. ഇവിടെ 4th ടേം എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് ഓൾസോ റോങ് ഓപ്ഷൻ. അപ്പോൾ കറക്റ്റ് മാച്ചിങ് ഇസ് 3 to 2 to P. അപ്പോൾ ഇത് എല്ലാം 1-to-1 മാച്ചിങ് ആയിരുന്നു. ഇവിടെ കൂടുതൽ കൺഫ്യൂഷനുള്ള മാച്ചിങ്സ് ഒന്നുമില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4, 5, 6. Approximately matching information given in the columns of the following table. Column 1 represents a function f of x. ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. Column 2 represent the range of f of x. തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ റേഞ്ച് ആണ് column 2. And column 3 represents the solution of f of x equals to alpha in 0 to pi. 0 to pi യിൽ f of x equal to ആൽഫയ്ക്ക് എത്ര സൊല്യൂഷൻസ് ഉണ്ട് എന്നാണ് ലാസ്റ്റ് കോളം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യമേ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനുകളുടെ എല്ലാം റേഞ്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഒരു ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷൻ്റെ റേഞ്ച് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു വഴി ഇതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുക, sin x plus cos²x. ഏതെങ്കിലും റേഞ്ച് അറിയാവുന്ന ഒരു ഫംഗ്ഷൻ്റെ ടേമിൽ തന്നെ എക്സ്പ്രസ് ചെയ്യുക. എക്സ്പെഷ്യലി പോളിനോമിയൽ ആണെങ്കിൽ അത്രയ്ക്ക് ബെറ്റർ. ഓക്കെ, ഇതിനിപ്പോൾ ഒരു sin എക്സിൻ്റെ പോളിനോമിയലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ sin എക്സിന് y എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻസ്? ദിസ് ബിക്കംസ് y plus 1 minus y² എന്ന് വരും. ഓക്കെ, ഇതൊരു പോളിനോമിയലാണ്. ഓക്കെ, ഇനി sin എക്സിൻ്റെ വാല്യൂസ് sin x is equal to y. ഓക്കെ, അപ്പോൾ y is equal to sin x equal to y. So this becomes y plus 1 minus y². ഇനി sin എക്സിൻ്റെ വാല്യൂ -1 1ൻ്റെ ഇടയിലേ നിൽക്കത്തുള്ളൂ. ഓൾറെഡി നമുക്ക് sin എക്സിൻ്റെ റേഞ്ച് അറിയാം, ദാറ്റ് ലൈസ് ബിറ്റ്വീൻ -1 1. അപ്പോൾ -1 1ൻ്റെ ഇടയിലായിരിക്കും വൈയുടെ വാല്യൂ കിടക്കുന്നത്, ശരിയല്ലേ? എങ്കിൽ -1 1ന് ഇടയിൽ ആ ഇൻ്റർവെല്ലിൽ ഇതിൻ്റെ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഇൻ്റർവെല്ലിൽ ഇതിൻ്റെ ഗ്രാഫ് അസ്യൂം ചെയ്തിട്ട് ആ ഗ്രാഫിലെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഞ്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഈ ഒരു പോളിനോമിയലിന് -1 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ നമ്മൾ ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതിന് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഈ ഇൻ്റർവെല്ലിൻ്റെ ഇടയിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 minus 2y is equal to 0. So 2y is equal to 1 and y is equal to
1/2. സോ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്, അത് ഈ ഇൻ്റർവെല്ലിൽ തന്നെയാണ്. എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ക്രിട്ടിക്കൽ പോയിന്റിലും ഈ ഇൻ്റർവെല്ലിലുള്ള ക്രിട്ടിക്കൽ പോയിന്റിലും എൻഡ് പോയിന്റ്സിലും എല്ലാം നിങ്ങൾ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഏറ്റവും മാക്സിമം വരുന്നതായിരിക്കും ആ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ, ഏറ്റവും മിനിമം വരുന്നതായിരിക്കും ആ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ. ഓക്കെ, ഞാൻ 1/2ൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, 1/2ൽ ആദ്യമേ ഞാൻ 1/2ൽ കാൽക്കുലേറ്റ് ചെയ്യാം. 1/2ൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1/2 + 1 മൈനസ് 1/2 സ്ക്വയർഡ്. 1/2 squared is 1/4. That is 1 plus 1/4, that is equal to 5/4. Okay, ഇനി -1ൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. -1ൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി -1 plus 1 minus -1 square is 1. So that will be equal to -1. 1ലെ വാല്യൂ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. 1ലെ ഫംഗ്ഷൻ്റെ വാല്യൂ വിൽ ബി 1 plus 1 minus 1 squared. So that will be equal to 1. ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ ആയിരിക്കും ആ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ, ഏറ്റവും മാക്സിമം വാല്യൂ ആയിരിക്കും മാക്സിമം വാല്യൂ. So minimum value is -1 and maximum value is 5/4. So the range of the function is -1 to 5/4. ഇതുപോലെ ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷൻസിൻ്റെ എല്ലാം റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഒരു വഴിയാണ് യൂസ് ചെയ്യുന്നത്. ആദ്യമേ നിങ്ങൾക്ക് റേഞ്ച് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ പോളിനോമിയലായിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണോ ആ റേഞ്ചിൽ ആ പോളിനോമിയലിൻ്റെ അബ്സലൂട്ട് മാക്സിമം അബ്സലൂട്ട് മിനിമം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ ഇൻ്റർവൽ കിട്ടും, റേഞ്ച് ഇൻ്റർവൽ കിട്ടും. സോ ഫസ്റ്റ് വൺ മാച്ചസ് വിത്ത് sin x plus cos square x. ദ റേഞ്ച് വിൽ ബി -1 to 5/4. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കാം. സെക്കൻഡ് ഫംഗ്ഷൻ ഇസ് sin raised to 4x plus cos raised to 4x ആണ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ എനിക്ക് അതിനെ കുറച്ച് സിംപ്ലിഫൈ ചെയ്യാം. a² plus b, a raised to 4 plus b raised to 4 എക്സ്പാൻഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. a raised to 4 plus b raised to 4, that is a² plus b² the whole squared minus 2a² b². അപ്പോൾ ഈ എക്സ്പാൻഷൻ ആണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ബിക്കംസ് sin² x plus cos² x the whole squared minus 2 sin² x cos² x. That is equal to sin² x plus cos² x 1 ആകും, മൈനസ് 1/2. ഈ 2 sin cos x ഇവിടെ ഞാനൊരു 1/2 ഇട്ട് കൊടുക്കുക. 1/2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 1/2 into 4 sin² x cos² x എന്നാകും. So this is 2 sin x cos x the whole square. 2 sin x cos x is sin 2x. So sin 2x the whole squared എന്ന് കിട്ടും. അപ്പോൾ ഈ ഫംഗ്ഷനെ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി sin 2x-ൻ്റെ റേഞ്ച് നിങ്ങൾക്ക് അറിയാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാം. sin 2x-ൻ്റെ വാല്യൂ എന്തിൻ്റെയൊക്കെ ഇടയിലേ കിടക്കത്തുള്ളൂ? sin 2x-ൻ്റെ വാല്യൂ എപ്പോഴും -1നും 1നും ഇടയിലേ കിടക്കത്തുള്ളൂ. ഓക്കെ, ഇതിനെ ഞാൻ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ -1നും 1നും ഇടയിൽ കിടക്കുന്ന ഒരാളുടെ സ്ക്വയർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. So sin 2x the whole squared lies between 0 and 1. ഓക്കെ, ഇനി -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ 0 -1/2 നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആകുമ്പോൾ ഇൻഇക്വാളിറ്റി തിരിഞ്ഞു വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1/2 sin 2x the whole squared is greater than or equal to -1/2. ഇനി ഒരു 1 കൂടെ ആഡ് ചെയ്യുക. സോ 1 greater than or equal to 1 minus 1/2 sin 2x the whole squared greater than or equal to 1 minus 1/2, that is 1, which means 1 minus half sin 2x the whole square value 1നും, so this is 1/2. Okay, 1/2. 1/2നും 1നും ഇടയിലായിരിക്കും. ഓക്കെ, so that lies between 1/2 and 1. So correct option is 1/2 to 1. This is 1/2 and this is 1. Okay, correct, right. Lies between 1/2 and 1. Okay, this is 1. Okay, so this തിരിച്ചെഴുതിയാൽ മതി. ഇത് 1/2 less than or equal to 1 minus half sin 2x the whole squared is less than or equal to 1. So lies between 1/2 and 1. So correct option is this one. Okay, ഇനി ഞാൻ മൂന്നാമത്തെ ഫംഗ്ഷൻ്റെ റേഞ്ച് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. തേർഡ് ഫംഗ്ഷൻ ഈസ് √2 sin x plus cos x plus sin 2x. ആദ്യമേ ഞാൻ sin 2x-ൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പോവാണ്. sin 2x എനിക്ക് 2 sin x cos x എന്ന് എഴുതാം.
എന്നിട്ട് ഫർദർ അതിനെ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർഡ് മൈനസ് 1 എന്ന് എഴുതാം. കാരണം ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർഡ് എക്സ് 1 ആകും. ആ 1ഉം ഈ 1ഉമായിട്ട് ക്യാൻസൽ ആയി പോകും. റിമൈനിങ് വിൽ ബി 2 സൈൻ എക്സ് കോസ് എക്സ് ആൻഡ് ദാറ്റ് വിൽ ബി സെയിം ആസ് സൈൻ 2x. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്തിനാണ് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സൈൻ എക്സ് പ്ലസ് കോസ് എക്സിൻ്റെ ടേമിലാക്കാനാണ്. ഓക്കെ, ഫർദർ സൈൻ എക്സ് പ്ലസ് കോസ് എക്സിനെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. സൈൻ എക്സ് പ്ലസ് കോസ് എക്സിന് പകരം റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡ് ചെയ്യും ചെയ്യുക. അപ്പോൾ ഇവിടെ പുറത്ത് റൂട്ട് വരും. ഹിയർ 1/√2. Here also 1/√2. So that will be equal to √2 into sin x 1/√2 നെ cos 45 എന്ന് എഴുതാം പ്ലസ് cos x 1/√2 നെ sin 45 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ this will be √2 into this sin a cos b plus cos a sin b, that is sin x plus 45. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് നമുക്ക് √2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് 45 എന്ന് എഴുതാം. ആ വാല്യൂ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ √2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് 45 രണ്ടിടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് സൈൻ എക്സ് പ്ലസ് 45 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറും. അപ്പോൾ ഞാൻ ഇതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് സൈൻ എക്സ് പ്ലസ് 45 പകരം ഞാൻ y എന്ന് കൊടുക്കാം. അപ്പോൾ ഇതെന്ത് പറ്റും? 2y² പ്ലസ് 4y മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. ഇനി സൈൻ എക്സിൻ്റെ വാല്യൂ -1നും 1നും ഇടയിലേ നിൽക്കത്തുള്ളൂ. സോ വാല്യൂ ഓഫ് y ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് 1. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ ഇതിൻ്റെ അബ്സൊല്യൂട്ട് മാക്സിമം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതിന് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഇതിനകത്ത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 4y പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ y ഇസ് ഈക്വൽ ടു -1 എന്ന് വരും. അപ്പോൾ -1 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. പക്ഷേ അത് ഓൾറെഡി ഒരു എൻഡ് പോയിന്റ് ആയതുകൊണ്ട് ഞാൻ -1ലും 1ലും മാത്രം വാല്യൂ ഇവാലുവേറ്റ് ചെയ്താൽ മതി. -1ൽ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 2 minus 4 plus -1. So that is equal to -3. അതേസമയം ഞാൻ 1ൽ വാല്യൂ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 2 plus 4 minus 1, that is equal to 5. So the range is -3 to 5. So correct option is the first one. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ഇവർ 3 പേരുടെ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി അത് മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈൻ എക്സ് പ്ലസ് കോസ് സ്ക്വയർഡ് എക്സിൻ്റെ റേഞ്ച് -1 5/4 ആണ്. സൈൻ റേസ് ടു എക്സ് പ്ലസ് 4 കോസ് റേസ് ടു എക്സിൻ്റെത് 1/2 1 ആണ്. ആൻഡ് √2 സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സൈൻ 2xൻ്റെത് -√3 5 ആണ്. ഓക്കെ, നമുക്കിനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. ആൽഫ ഇസ് ഈക്വൽ ടു -1. റിമെമ്പർ തേർഡ് കോളത്തിലുള്ളവർ എന്താണ്? തേർഡ് കോളത്തിലുള്ളവർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫയുടെ 0 to π സൊല്യൂഷനുകളുടെ കൗണ്ടാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ആൽഫയുടെ വാല്യൂ 1/1 ആയിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ആൽഫ ഇസ് ഈക്വൽ ടു -1 ആകുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ് എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എനിവേ നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ നോക്കാം. ആദ്യത്തെ ഫംഗ്ഷൻ ഈക്വൽ ടു -1ന് 0 to π എത്ര സൊല്യൂഷൻസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അതിന് സൈൻ എക്സ് പ്ലസ് കോസ് സ്ക്വയർഡ് ഈക്വൽ ടു -1. സൈൻ എക്സ് പ്ലസ് കോസ് സ്ക്വയർഡിന് നമുക്ക് സൈൻ എക്സ് പ്ലസ് 1 മൈനസ് സൈൻ സ്ക്വയർഡ് എക്സ് എന്ന് എഴുതാം. ഓൾറെഡി നമ്മളിത് പറഞ്ഞതാണ്. ഈക്വൽ ടു -1 എന്ന് വരും. ഇത് സൈൻ എക്സിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് എനിക്കിതിനെ സൈൻ എക്സിന് വേണ്ടി സോൾവ് ചെയ്യാം. ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ എക്സിൻ്റെ വാല്യൂ 2ഉം സൈൻ എക്സിൻ്റെ വാല്യൂ -1 എന്ന് വരും. സൈൻ എക്സിന് 2 എന്ന് പറയുന്ന വാല്യൂ വരില്ല. പക്ഷേ സൈൻ എക്സിന് -1 വാല്യൂ വരുമെന്ന് നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കാം. സൈൻ എക്സിന് -1 വാല്യൂ വരും. 0 to π എത്ര എണ്ണം വരും? 0 to π എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ സൈൻ എക്സിന് -1 വരുന്ന ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് 0 to π ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ തേർഡ് കോളത്തിൽ ഒരു സൊല്യൂഷൻ വരുന്ന ഒന്നുമില്ല. അതിനർത്ഥം 1 goes to 3 ആണ്. പക്ഷേ അത് PO QO RO ആയിട്ട് ഒന്നുമായിട്ട് മാച്ച് ചെയ്യത്തില്ല. നമുക്ക് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് വൺ എന്താണ്? 1 goes to 3 ആണ്. പക്ഷേ 3 ഇത് 3ൽ ആരുമായിട്ട് മാച്ച് ആകില്ല. കാരണം നമ്പർ ഓഫ് സൊല്യൂഷൻസ് 1 ആണ്. അപ്പോൾ 1 goes to 3 goes to P എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. സോ ദാറ്റ് ഇസ് എ കറക്റ്റ് ഓപ്ഷൻ. Again 1 goes to 3 goes to ആറും ഇൻകറക്റ്റ് ആണ്. കാരണം 1 goes to 3 പിന്നെ പിയും ക്യൂ ആറും 3ലോട്ടും പോകില്ല. സോ അതും ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇനി ബാക്കി ഈ 2 ഓപ്ഷനും കാൽക്കുലേറ്റ് ചെയ്യണം. അത് നമുക്ക് അടുത്ത ഫംഗ്ഷൻ എടുക്കാം. സൈൻ റൈസ് ടു 4x പ്ലസ് കോസ് റൈസ് ടു 4x ഇസ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി സിംപ്ലിഫൈ ചെയ്തതാണ്. സൈൻ റൈസ് ടു 4x പ്ലസ് കോസ് റൈസ് ടു 4x ഇസ് 1 minus 1/2 സൈൻ 2x ദ ഹോൾ സ്ക്വയർഡ് ഈക്വൽ ടു -1 ഇക്വേറ്റ് ചെയ്യുക. കാരണം ആൽഫ ഈക്വൽ ടു -1 ആണ്. സോ -1 ഇക്വേറ്റ് ചെയ്യുക. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കുക. സൈൻ 2xന് +or-2 ആണ് കിട്ടുന്നത്. +or-2 സൈൻ 2x +2ഉം വരില്ല -2ഉം വരില്ല. സോ ഈ കേസിൽ നോ സൊല്യൂഷൻ ആണ്. സോ നോ സൊല്യൂഷൻ. അപ്പം ദിസ് ഗോസ് ടു 0 സൊല്യൂഷൻ. അപ്പോൾ 2 goes to P കറക്റ്റ് ആൻസർ ആണ്.
ഇവിടെ 2 goes to q ആണ്. So it is an incorrect option. Again last one കൂടെ നോക്കാം. 3 goes to 1 goes to q ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് ലാസ്റ്റ് വൺ നോക്കുക. 2 root 2 sin x plus cos x plus sin 2x is equal to 2 sin squared x plus 45 plus 4 sin x plus 45 minus 1 equal to minus 1 ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു sin x plus 45 ഉള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ sin x plus 45ന് 0യും വരും -2 വരും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ വരുമോ എന്ന് നോക്കുക. -2 എന്തായാലും സൈന് വരില്ല. x plus 45ന് 0 വരും. അതെവിടാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് നമ്മൾക്ക് sin x plus 45ൻ്റെ ഗ്രാഫ് വരയ്ക്കാം. ഇത് ഓൾറെഡി sin x-ൻ്റെ ഗ്രാഫാണ്. ഞാൻ sin x plus 45ൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ അത് 45 ഡിഗ്രി ലെഫ്റ്റിലോട്ട് ചരിഞ്ഞിരിക്കും. 45 മീൻസ് π/4. സോ π/4 റേഡിയൻസ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. സോ ദാറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ ആയിരിക്കും 2π വരുന്നത്. അപ്പോൾ 0 to π എത്ര റൂട്ട്സ് ഉണ്ടെന്ന് നോക്കുമ്പോൾ രണ്ട് സ്ഥലത്താണ് ഇത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 0 to π ഇതിന് 2 റൂട്ട്സ് ആണുള്ളത്. സോ 2 സൊല്യൂഷൻസ് വരും. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 സൊല്യൂഷൻസ് വരും. സോ ടോട്ടലി 2 സൊല്യൂഷൻസ്. സോ 3 goes to 1 goes to q എന്ന് പറയുന്ന കറക്റ്റ് ഓപ്ഷനാണ്. സോ 3 goes to 1 goes to q കറക്റ്റ് ഓപ്ഷനാണ്. ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് വേണ്ടത്. സോ ദാറ്റ് ഈസ് എ റോങ് ഓപ്ഷൻ. ഇനി ആൽഫ ഈക്വൽ ടു 2, ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഇൻകറക്റ്റ്? ആൽഫ 2 വരുമ്പോൾ ആരൊക്കെയാണ് ഇൻകറക്റ്റ്? അപ്പോൾ സെയിം ഇതേപോലെ തന്നെ ഒന്നുകൂടെ ചെയ്യുക. ആദ്യത്തെ എടുക്കുക, sin x plus cos squared x, that is sin x plus 1 minus sin squared x equal to 0. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പക്ഷേ കോംപ്ലക്സ് റൂട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് നോ റിയൽ റൂട്ട്സ് ആണ്. അതുകൊണ്ട് നമ്പർ ഓഫ് സൊല്യൂഷൻസ് 0 ആയിരിക്കും. സോ ദിസ് ടൈം 1 goes to 3 and 3 goes to 0. sin raised to 4x plus cos raised to 4x ഞാൻ നോക്കിയാലും അത് ഈക്വൽ ടു 2ന് ഇക്വേറ്റ് ചെയ്താലും അവിടെ എനിക്ക് റിയൽ റൂട്ട്സ് കിട്ടില്ല. സോ രണ്ടാമത്തെ കേസിൽ this goes to 1/2 1, again it goes to no solution 0. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് 1 goes to 1, അത് റോങ് ഓപ്ഷൻ ആണ്, ശരിയല്ലേ? കാരണം 1 goes to 3 ആണ് കറക്റ്റ് ഓപ്ഷൻ. സോ ദാറ്റ് ഇസ് ആൻ ഇൻകറക്റ്റ് ഓപ്ഷൻ. എനിക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ളവരെയാണ് വേണ്ടത്. സോ എ ഈസ് ഇൻകറക്റ്റ്. ഇനി 2 goes to 2 goes to p, 2 goes to 2 goes to p is a correct option. 1 goes to 3 goes to r, 1 goes to 3 goes to r incorrect ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഫൈനലി 3 goes to 3 goes to q, 3 goes to 3 incorrect ആണ് because 3 goes to 1 ആണ്. So that is also an incorrect option. മൂന്നാമത്തത് കണക്ക് തന്നെയാണ്. ആൽഫയ്ക്ക് വാല്യൂ മാറി. ആൽഫയ്ക്ക് 1/2 വരുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ് ആണ് നമുക്ക് വേണ്ടത്. ആൽഫയ്ക്ക് 1/2 വരുമ്പോൾ അപ്പോൾ ഇതേപോലെ തന്നെ ആൽഫയ്ക്ക് 1/2 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ആൽഫയ്ക്ക് 1/2 റൈറ്റ് സൈഡ് 1/2 യൂസ് ചെയ്യുക. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ sin x-ന് 1 + √3/2ഉം sin x = -1 - √3/2 എന്നും കിട്ടി. 1 - √3/2 എന്തായാലും വരില്ല, കാരണം ബിക്കോസ് ഇറ്റ് ഇസ് എ നെഗറ്റീവ് നമ്പർ. അതേസമയം ഇത് 0നും 1നും ഇടയിലുള്ള ഒരു നമ്പറാണ്. അപ്പോൾ ഈ വാല്യൂ sin x-ന് ഈ വാല്യൂ അസ്യൂം ചെയ്യാം. sin x ഈ വാല്യൂ അസ്യൂം ചെയ്യുന്ന എവിടെയൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. sin x എന്തായാലും 0നും 1നും ഇടയിലുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ 0നും 1നും ഇടയിലുള്ള ഏത് വാല്യൂ എടുത്താലും sin x 2 തവണ അത് അസ്യൂം ചെയ്യും, ശരിയല്ലേ? സോ 2 സൊല്യൂഷൻസ്. സോ 1 goes to 3 goes to 2 സൊല്യൂഷൻ. Second one, sin raised to x plus cos raised to 4x is equal to 1 minus half sin 2x the whole squared is equal to 1/2 ആണ്. അപ്പോൾ ഇതും നമുക്ക് ഇതേപോലെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ sin 2x-ന് +or-1 എന്ന് പറയുന്ന 2 വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇനി sin 2x-ൻ്റെ ഗ്രാഫ് വരച്ച് നോക്കണം. ഓക്കെ, sin 2x-ൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? sin 2x-ൻ്റെ പീരീഡ് റെഡ്യൂസ്ഡ് ആകും, ശരിയല്ലേ? sin 2x-ൻ്റെ പീരീഡ് പൈയേ ഉള്ളൂ. അപ്പോൾ അത് പൈ ടൈമിൽ ഒരു ഫുൾ ഓസിലേഷനും കംപ്ലീറ്റ് ആയി. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഗെയിൻ π to 2π ഒരു ഓസിലേഷൻ കൂടെ. ഓക്കെ, അപ്പോൾ 1 വരുന്ന എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കിയേ. 1 വരുന്ന 2 പോയിന്റ് ഉണ്ട്, -1 വരുന്ന 2 പോയിന്റ് ഉണ്ട്. അപ്പോൾ മൊത്തം 4 സൊല്യൂഷൻസ് ആണ് അവിടെ ഉള്ളത്. സോ ദർ ആർ 4 സൊല്യൂഷൻസ്. സോ 2 goes to 2 goes to 4 ആണ് ആ കേസിൽ. അതേപോലെ ഫൈനലി ലാസ്റ്റ് വണ്ണും ഇതേപോലെ 1/2 ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ 2 sin squared x plus 45 plus 4 sin squared x plus 45 minus 1 = 1/2 എന്ന് വരും. ഇവിടെയും നിങ്ങൾ sin x plus 45ന് 2 വാല്യൂസ് വരും. ഇത് നെഗറ്റീവ്
വാല്യൂ ആണ്, -1 ചെറുതാണ്, അതുകൊണ്ട് sin x ഈ വാല്യൂ അസ്യൂം ചെയ്യില്ല. പക്ഷേ sin x ഈ വാല്യൂ അസ്യൂം ചെയ്യും. ഇത് 0ക്കും 1നും ഇടയിലുള്ളൊരു വാല്യൂ ആണ്. പക്ഷേ ഇവിടെ sin x അല്ല, sin x + 45 ആണ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ അസ്യൂം ചെയ്ത് നോക്കുക. sin x + 45 ആകുമ്പോൾ കറക്റ്റ് ഒരു 45 ഡിഗ്രി, അതായത് ഒരു π/4 റേഡിയൻസ് മൂവ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. സോ ലൈക്ക് ദിസ്. ഓക്കെ, എനിവേ ഇത് 0ക്കും 1നും ഇടയിലുള്ള നമ്പറാണ്. 0ക്കും 1നും ഇടയിൽ നിങ്ങൾ ഏത് നമ്പർ എടുത്താലും ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ രണ്ടിടത്ത് കട്ട് ചെയ്യും. അവിടെ നിങ്ങൾക്ക് 2 സൊല്യൂഷൻസ് കാണും. അതുകൊണ്ട് തന്നെ 2 സൊല്യൂഷൻസ് ആണ് ഈ കേസിൽ വരുന്നത്. സോ 2 സൊല്യൂഷൻസ്. So in this case 3 goes to 1 goes to 2 solutions. Okay, which of the following is correct ആണ് നോക്കേണ്ടത്. 2 goes to r നോക്കുക. 2 goes to r correct option ആണ്. So this is a correct option. 1 goes to 3 goes to p. 1 to 3 to p wrong option ആണ്. 3 to 1 to q. 3 to 1 to q correct option ആണ്. 3 to 1 to p. 3 to 1 to p wrong option ആണ്. Okay, question number 7. ഇതിൽ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നമുക്ക് ഗ്രാഫ് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്ട്രീമംസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എക്സ്ട്രീമംസ് എന്താണ്? ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റുകൾക്കാണ് നമ്മൾ എക്സ്ട്രീമംസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര എക്സ്ട്രീമം ഉണ്ട് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഡെറിവേറ്റീവ് 0 ആവുകയോ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റുകളെല്ലാം എക്സ്ട്രീമംസ് ആണ്. അതായത് മാക്സിമമോ മിനിമമോ വരുന്ന പോയിന്റുകൾ ആണ് നമ്മൾ എക്സ്ട്രീമം പോയിന്റ്സ് എന്ന് പറയുന്നത്. ആ പോയിന്റിൽ ഒന്നെങ്കിൽ ലോക്കൽ മാക്സിമം കാണണം, അല്ലെങ്കിൽ ലോക്കൽ മിനിമം കാണണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ആ പോയിന്റിനെ പോയിന്റ് ഓഫ് എക്സ്ട്രീമം എന്ന് പറയും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് സ്കെച്ച് ചെയ്ത് നോക്കാം. 2 ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്ന് മോഡുലസ് ഓഫ് x² - 1 ആണ്. സോ x² ഗ്രാഫ് ഒരു യു ഷേപ്ഡ് ഗ്രാഫാണ്. x² - 1 ആകുമ്പോൾ ഒരു യൂണിറ്റ് താഴോട്ട് വരും. സോ ഇറ്റ് ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. അതിൻ്റെ മോഡുലസ് ഞാൻ എടുക്കുമ്പോൾ താഴത്തെ പോർഷൻ കൂടെ മുകളിലോട്ട് റിഫ്ലക്റ്റ് ആവും. സോ ഗ്രാഫ് ലൈക്ക് ദിസ്. ഓക്കെ, ഇതും മോഡക്സ് ആണ് എടുക്കേണ്ടത്. സോ അടുത്ത മോഡക്സ് എന്ന് പറയുന്ന ഗ്രാഫ് എടുക്കുക. മോഡക്സിന് ഒരു വി ഷേപ്ഡ് ഗ്രാഫാണ്. ഓക്കെ, ഈ മീറ്റിംഗ് പോയിന്റ് ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് x² - 1ൻ്റെ ഗ്രാഫാണ്. സോ x² - 1ഉം ഇത് എക്സിൻ്റെ എക്സ് ആണ്. സോ x² - 1ഉം എക്സുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ നോക്കിയാൽ മതി. സോ x² - 1 is equal to x. സോ ഈ x² - x, വെയിറ്റ്, സോ ഇത് ഈ പോയിന്റ് 1 ആണ്. അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഈ പോയിന്റ് 1ഉം ഈ പോയിന്റ് -1ഉം ആണ്. ശരിയല്ലേ? x² - 1 എക്സ് ആക്സുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് 1ഉം -1ഉം ആണ്. നമുക്ക് വേണ്ടത് -0.9 ആണ്. സോ -0.9 is exactly here and 1.1 is exactly right here. so ഇവിടാണ് 1.1, ഇത് -0.9 ആണ്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ എത്ര എക്സ്ട്രീമം ഉണ്ടെന്നാണ് നോക്കേണ്ടത്. നമുക്ക് ഈ ഗ്രാഫിൻ്റെ മിനിമം ആണ്. അപ്പോൾ രണ്ടിലും മിനിമത്തിൽ വെച്ച് വേണം വരയ്ക്കാൻ. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രീമം ഉണ്ട്, പക്ഷെ അത് ആ റീജിയന് പുറത്താണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു എക്സ്ട്രീമം ഉണ്ട്. മിനിമം ആയതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഗ്രാഫ് മാറി കയറും. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രീമം വരും, ഇവിടെ ഒരു എക്സ്ട്രീമം വരും, ഇവിടെ ഒരു എക്സ്ട്രീമം വരും, ഇവിടെ ഒരു എക്സ്ട്രീമം വരും. സോ ടോട്ടൽ നമ്പർ ഓഫ് എക്സ്ട്രീമംസ് ഇസ് 4. സോ സൊല്യൂഷൻ ഇസ് 4. 4 എക്സ്ട്രീമംസ് ആണ് ആ റീജിയനിൽ വരുന്നത്. 4 മാക്സിമ. അതിനകത്ത് 2 മാക്സിമയും 2 മിനിമയും ആണ്. Problem number 8. f of x is equal to sin x plus alpha, sin x plus beta, sin x plus gamma, cos x plus alpha, cos x plus beta, cos x plus gamma, and cos beta minus alpha, cos beta minus gamma, cos alpha minus gamma, and f of 9 is equal to lambda. Then find the value of sigma k is equal to 1 to 9 f of k by lambda. ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റോയുടെ ഡെറിവേറ്റീവ് ആണ് സെക്കൻഡ് റോയിൽ കിടക്കുന്നത്. കാരണം ഫസ്റ്റ് റോ സൈൻ ആണ്, സെക്കൻഡ് റോ
cos ആണ്. അപ്പോൾ ഫസ്റ്റ് റോയുടെ ഡെറിവേറ്റീവ് ആണ് സെക്കൻഡ് റോയിൽ. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഡിറ്റർമിനൻ്റിൻ്റെ ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്ന മെത്തേഡിൽ എഫ് ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം that will be equal to determinant of first row മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അടുത്ത ടൈം സെക്കൻഡ് റോയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ലാസ്റ്റ് ടൈം തേർഡ് റോയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഞാനിവിടെ ഫസ്റ്റ് റോയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും? കോസ് ആൽഫ പ്ലസ് ബീറ്റ, കോസ് ആൽഫ പ്ലസ് ബീറ്റ, കോസ് ആൽഫ പ്ലസ് ബീറ്റ. അപ്പോൾ ആദ്യത്തെ രണ്ട് റോസ് സെയിം ആകും, അതുകൊണ്ട് ആദ്യത്തെ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയി പോകും. ഇതേപോലെ രണ്ടാമത്തെ ഡിറ്റർമിനന്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡിറ്റർമിനന്റിനകത്ത് സെക്കൻഡ് റോയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് റോയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ദിസ് വിൽ ബി മൈനസ് സൈൻ എക്സ് പ്ലസ് ആൽഫ മൈനസ് സൈൻ എക്സ് പ്ലസ് ബീറ്റ മൈനസ് സൈൻ എക്സ് പ്ലസ് ഗാമ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് ഫസ്റ്റ് റോയുടെ മൾട്ടിപ്പിൾ ആണ് സെക്കൻഡ് റോ, കാരണം ഫസ്റ്റ് റോ ഇൻറ്റു -1 ആണ് സെക്കൻഡ് റോ. അപ്പോഴും ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയി പോകും. ലാസ്റ്റ് റോയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് റോയിൽ എല്ലാ ടേമുകളും കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ലാസ്റ്റ് റോ എൻറ്റയർലി 0 ആയി പോകും. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആണ്. അപ്പോൾ എൻറ്റയർലി ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. അതിനർത്ഥം ഡെറിവേറ്റീവ് 0 ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് വാട്ട്? എഫ് ഓഫ് എക്സ് ഇസ് കോൺസ്റ്റൻറ്റ്. എഫ് ഓഫ് എക്സ് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആണെങ്കിൽ അതിനർത്ഥം എഫ് ഓഫ് എക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഈ എഫ് ഓഫ് എക്സ് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ എഫ് ഓഫ് 9ൻ്റെ വാല്യൂ ലാംഡ എന്ന് തന്നിട്ടുണ്ട്, ശരിയല്ലേ? എഫ് ഓഫ് 9 ലാംഡ ആണ് എങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അപ്പോൾ ലാംഡ ആയിരിക്കും. എല്ലാ വാല്യൂസിനും എഫ് ഓഫ് എക്സ് ലാംഡ ആയിരിക്കും. എല്ലാ വാല്യൂസിനും എഫ് ഓഫ് എക്സ് ലാംഡ ആണെങ്കിൽ എഫ് ഓഫ് 1, എഫ് ഓഫ് 2 എക്സെട്ര എഫ് ഓഫ് 9 എല്ലാവരും ലാംഡ ആയിരിക്കും. അപ്പോൾ ഇവിടെ എഫ് ഓഫ് 1 വിൽ ബി ലാംഡ പ്ലസ് എഫ് ഓഫ് 2ഉം ലാംഡ ആയിരിക്കും, എഫ് ഓഫ് 3ഉം ലാംഡ ആയിരിക്കും, എക്സെട്ര എഫ് ഓഫ് 9ഉം ലാംഡ ആയിരിക്കും by lambda. So that will be equal to 9 lambda by lambda. So that is equal to 9. So correct option is answer 9. Question number 9. It is given that a complex number z1 and z2 satisfies mod z1 is equal to 2 and mod z2 is equal to 3 if the included angle of their corresponding vectors is 60 degree. Then modulus of z1 plus z2 divided by modulus of z1 minus z2 the whole squared can be expressed as n by m, where n comma m are co-prime natural numbers. Find n minus 2m. ഇത് നമുക്ക് എളുപ്പത്തിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എനിവേ z1 പ്ലസ് z2 ബൈ z2 മൈനസ് z1 ദ ഹോൾ സ്ക്വയർഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് n ബൈ എം ആണ്. n ബൈ n ഒരു റാഷണൽ നമ്പറാണ്. അതിനർത്ഥം ഞാൻ ഏത് z1ഉം ഏത് z2 എടുത്താലും എനിക്ക് സെയിം റാഷണൽ നമ്പറേ കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, രണ്ട് നമ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുക, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന. മോഡുലസ് ഓഫ് z1 എന്ന് പറയുന്നത് 2 ആണ്, മോഡുലസ് ഓഫ് z2 എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, മോഡുലസ് മീൻസ് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ മോഡുലസ് ഓഫ് z1 2 ആണ് എങ്കിൽ z1 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. z2 എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിലെ പോയിന്റ് ആണ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിലെ പോയിന്റ് ആണ് z1. അപ്പോൾ z1 ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും, z2 ഈ സർക്കിളിൽ എവിടെയെങ്കിലും ആയിരിക്കും. ഞാൻ സപ്പോസ് z2 ഈ പോയിന്റ് ആണെന്ന് പറഞ്ഞെടുക്കാം. ഈ പോയിന്റ് ആരാന്ന് എനിക്ക് എക്സാക്ട്ലി അറിയാം. ഈ പോയിന്റ് 3 ആണ്, കാരണം റിയൽ ആക്സിൽ 3 യൂണിറ്റ്സ് പോകുമ്പോൾ 3 ആയിരിക്കും. എങ്കിൽ ഈ വെക്ടറുമായിട്ട് ഒരു 60 ഡിഗ്രി മേക്ക് ചെയ്യുന്ന രീതിയിൽ ഈ സർക്കിളിലെ പോയിന്റ് ആയിരിക്കും z1. അപ്പോൾ z1 എവിടെ ആയിരിക്കും വരുന്നത്? ഒരു 60 ഡിഗ്രി മേക്ക് ചെയ്തിട്ട് എക്സാക്ട്ലി ഇവിടെ ആയിരിക്കും z1 വരുന്നത്. ഓക്കെ, ഇനി z1 ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കണം. z1 ആരാന്ന് കണ്ടുപിടിക്കാനായിട്ട് എനിക്കിപ്പോൾ z1ൻ്റെ പോളാർ ഫോം എടുക്കാൻ എളുപ്പമാണ്, കാരണം z1ൻ്റെ മോഡുലസ് 2 ആണെന്ന് അറിയാം. ആൻഡ് വാട്ട് അബൌട്ട് ദി ആർഗ്യുമെൻറ്റ് 60 ഡിഗ്രി. അപ്പോൾ പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഇസ് r e raised to i theta ആണ് പോളാർ ഫോം. ദാറ്റ് ഇസ് r ഇൻറ്റു cos theta plus i sin theta. അപ്പോൾ r എന്താണ്? r is equal to 2 യൂണിറ്റ്സ് ആണ്. കോസ് ആംഗിൾ ആർഗ്യുമെൻറ്റ് 60 ഡിഗ്രി ആണ്. സോ cos 60 പ്ലസ് i sin 60 അതായിരിക്കും നമ്മുടെ z2 എന്ന് പറയുന്ന z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. സോ ദിസ് ഇസ് z1 ആൻഡ് ദിസ് ഇസ് z2. ഓക്കെ, ദാറ്റ് ഈസ് z1 is equal to 2 ഇൻറ്റു cos 60 1/2 പ്ലസ് i ഇൻറ്റു √3/2. that is equal to 1 plus I root 3. ഇതായിരിക്കും z1. അപ്പോൾ ഞാൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു z1ഉം z2ഉം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിനി ഡയറക്റ്റ്ലി അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി z1 പ്ലസ് z2 ദ ഹോൾ സ്ക്വയർഡ് ബൈ z1 മൈനസ് z2 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ z1 പ്ലസ് z2 ഡിവൈഡഡ് ബൈ z1 മൈനസ് z2 മോഡുലസ് സ്ക്വയർഡ്. That is equal to, what is z1? z1 is 1 plus I root 3 plus 3 divided by 1 plus I root 3 minus 3. So that is equal to 4 plus I whole square under 4 plus I root 3 divided by minus 2 plus I root 3.
So that is equal to square ഉണ്ട്. അപ്പോൾ മോഡുലസ് എടുക്കുക. മോഡുലസ് എടുക്കുമ്പോൾ this will be 4 squared plus root 3 squared is 3 divided by താഴെ അതാണ് എടുക്കുക. So it will be 2 squared plus 3 and that will be equal to 19/7. So this is 19/7. അപ്പോൾ നമുക്ക് n value 19 ആണ്. So n is equal to 19 and m is equal to 7. So n minus 2m ആണ് വേണ്ടത്. n minus 2m will be equal to 19 minus 2 into 7, that is equal to 5. So correct answer is 5. Okay. Question number 10. Let the chord PQ of the curve y plus lambda square x squared minus 5 lambda x plus 4 is equal to 0 be tangential to the curve y into 1 minus x is equal to 1 at the point 2 minus 1. If PR equal to RQ, then the least possible value of 4 lambda is equal to. Okay. നമുക്ക് നോക്കാം. നമുക്ക് കർവ് ഏതാണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ആ കർവ് സ്കെച്ച് ചെയ്യാൻ പറ്റും. y is equal to ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. മൈനസ് ലാംഡ സ്ക്വയർഡ് എക്സ് സ്ക്വയർഡ് മൈനസ് 5 ലാംഡ പ്ലസ് 5 ലാംഡ എക്സ് മൈനസ് 4. ഓക്കെ. എനിവേ എക്സ് സ്ക്വയറുടെ കോഎഫിഷ്യൻ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് താഴോട്ടുള്ളൊരു ക്വാഡ്രാറ്റിക് കർവാണ്. അപ്പോൾ ഇത് താഴോട്ടുള്ളൊരു ക്വാഡ്രാറ്റിക് കർവാണ്, സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ. അപ്പോൾ ഇതിനകത്തുള്ളൊരു കോഡാണ് പി ക്യു. അപ്പോൾ പി ക്യു എന്ന് പറയുന്നത് ഈ കർവിനകത്തുള്ളൊരു കോഡാണ്. സച്ച് ദാറ്റ് ആർ ബി എ പോയിന്റ് ഓൺ ദി കോഡ്. ആർ ഈ കോഡിലെ ഒരു പോയിന്റ് ആണ്. ആർ ഇസ് 2 - 1 ആണ്. മോർ ഓവർ പി ആറും ആർ ക്യൂവും ഈക്വൽ ആണ്. പി ആറും ആർ ക്യൂവും ഈക്വൽ മീൻസ് ആറ് ആ കോഡിൻ്റെ മിഡ് പോയിന്റ് ആണ്. ഓക്കെ. എങ്കിൽ ആറിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വഴികളുണ്ട്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആർ ഒരു ഈ പോയിന്റിൽ ഈ കർവിന് ആ കോഡ് ടാൻജൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ കോഡ് is to be tangential to the curve y into 1 minus x is equal to 1. അപ്പോൾ ഞാൻ ആ കർവ് വരയ്ക്കുകയാണ്. സോ ദിസ് ഇസ് ദി കർവ് y equal to y into 1 minus x is equal to 1. Okay. y into 1 minus x equal to 1. അപ്പോൾ ഈ കർവിന് ഈ പോയിന്റിലെ ടാൻജൻ്റ് ആണ് പി ക്യു. അപ്പോൾ എനിക്ക് പി ക്യൂയുടെ ഇക്വേഷൻ ടാൻജൻ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ കർവിൻ്റെ 2 - 1 എന്ന് പറയുന്ന പോയിന്റിലെ ടാൻജൻ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പി ക്യൂയുടെ വാല്യൂ കിട്ടും. അതേപോലെ പി ക്യു എനിക്ക് ഈ കർവിൽ നിന്ന് നോക്കുമ്പോൾ പി ക്യു ഇസ് എ കോഡ് ബൈസെക്റ്റഡ് അറ്റ് ആർ ആണ്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ബൈസെക്റ്റ് ചെയ്യുന്ന കോഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദ ഇക്വേഷൻ ഇസ് ഗിവൺ ബൈ ടി ഇസ് ഈക്വൽ ടു S1. ഈ TS1 നൊട്ടേഷൻ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ടി മീൻസ് നിങ്ങൾ ആ ഇക്വേഷനിലോട്ട് പാർഷ്യലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പാർഷ്യലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മീൻസ് എക്സ് സ്ക്വയർ വരുന്നിടത്ത് നിങ്ങൾ ഏത് പോയിന്റ് ആണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, സപ്പോസ് x1 y1 എന്ന് പറയുന്ന പോയിന്റ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ബൈസെക്ട് ചെയ്യുന്ന പോയിന്റ് 2 - 1. അപ്പോൾ 2 - 1 ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ x1 y1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ എക്സ് സ്ക്വയറിന് പകരം x ഇൻറ്റു x1 ആയിട്ട് മാറും. y സ്ക്വയറിന് പകരം y ഇൻറ്റു y1 ആയിട്ട് മാറും. അതേസമയം 2x പകരം x പ്ലസ് x1 ആകും. 2yക്ക് പകരം y പ്ലസ് y1 ആകും. ഓക്കെ. ഇതേപോലെ എക്സ് വൈയുടെ ടേം ഉണ്ട് എങ്കിൽ എക്സ് വൈ വിൽ ബി xy1 പ്ലസ് x1y ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് നമ്മൾ ഈ ടി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. S1 ഡിനോട്ട് ചെയ്യുന്നത് ഈ പോയിന്റ് ആ ഈ കർവിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു S1 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഡ് ബൈസെക്റ്റഡ് അറ്റ് ക്യൂ. അപ്പോൾ പി ക്യൂയുടെ ഇക്വേഷൻ വൺസ് അഗെയിൻ കിട്ടും. ഓക്കെ. അപ്പോൾ രണ്ട് രീതിയിൽ ഇങ്ങനെ പി ക്യൂയുടെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും സെയിം ഇക്വേഷൻസ് ആയതുകൊണ്ട് അവരുടെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്തിട്ട് എനിക്ക് ലാംഡയുടെ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഐഡിയ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ആദ്യമേ നമുക്ക് ഈ ടാൻജൻ്റ് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് നമുക്ക് കർവ് ആരാന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക. 2 - 1 എന്ന് പറയുന്ന പോയിന്റിൽ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ dy/dx എടുക്കുക. y is equal to 1/1 minus x ആണ്. ദ കർവ് ഈസ് y into 1 minus x is equal to 1 ആണ് കർവ്. അത് ഇരുന്ന് y കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ y will be 1/1 minus x which implies dy/dx is equal to 1/1 minus x squared വരും. ഓക്കെ. എക്സിനെ നിങ്ങൾ 2 എന്ന് പറയുന്ന പോയിന്റിൽ വാല്യൂ ചെക്ക് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. 2 എന്ന് പറയുന്ന പോയിന്റിലെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് കിട്ടി. അതാണ് ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ്. ഓക്കെ. ഇനി ആ ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റ് അറ്റ് 2 - 1 കാൽക്കുലേറ്റ് ചെയ്യുക. സ്ലോപ്പ് 1 ആയിട്ട് യൂസ് ചെയ്താൽ മതി. ഇക്വേഷൻ ഇസ് y - y1 is equal to m into x - x1. നമുക്ക് ആ ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടും. സോ ഇത് പി ക്യൂയുടെ ഇക്വേഷൻ ആണ്. ഓക്കെ. വൺസ് എനിക്ക് പി ക്യൂയുടെ ഇക്വേഷൻ കിട്ടി. എനിക്കിനി പി ക്യൂയുടെ ഇക്വേഷൻ വേറൊരു രീതിയിൽ കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം.
കോഡ് ബൈസെക്റ്റഡ് അറ്റ് ആർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഏത് കർവിൽ നിന്നിട്ട് ഈ കർവിൽ നിന്നിട്ടും കോഡ് ബൈസെക്റ്റഡ് അറ്റ് ആർ എന്ന് പറയുന്നതും പി ക്യു ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദി കോഡ് ബൈസെക്റ്റഡ് ഇക്വേഷൻ ഓഫ് ദി കോഡ് ബൈസെക്റ്റഡ് അറ്റ് ആർ ഇസ് ടി ഇസ് ഈക്വൽ ടു S1 ആണ്. ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈക്ക് പകരം എന്ത് സംഭവിക്കുമെന്ന്. y വിൽ ബി 2yക്ക് പകരമാണ് y പ്ലസ് y1 ആകുന്നത്. സോ y വിൽ ബി y പ്ലസ് y1 ബൈ 2. ആ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക. സോ ഹാഫ് ഇൻറ്റു y മൈനസ് 1, കാരണം ഇവിടെ y1ൻ്റെ വാല്യൂ -1 ആണ്. പ്ലസ് ലാംഡ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിന് പകരം x ഇൻറ്റു x1 ആകും. സോ x ഇൻറ്റു x1 ഇസ് 2 മൈനസ് 5 ലാംഡ ബൈ 2 ഇൻറ്റു എക്സിന് പകരം അഗെയിൻ x പ്ലസ് 2 വരും. ഇവിടെ ഞാൻ ബൈ 2 കൊടുത്തിട്ടുണ്ട്, കാരണം ഇവിടെ 2xന് പകരമാണ് x പ്ലസ് 2 വരുന്നത്. സോ എക്സിന് പകരം x പ്ലസ് 2 ബൈ 2 വരും. പ്ലസ് ഫൈനലി ദാറ്റ് 4. ഓക്കെ, ഈക്വൽ ടു റൈറ്റ് സൈഡ് S1 ആണ്. S1 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ കർവിനകത്തോട്ട് ഈ പോയിന്റ് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എക്സിന് പകരം 2ഉം വൈക്ക് പകരം -1ഉം ആ കർവിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ -1 പ്ലസ് 4 ലാംഡ സ്ക്വയർഡ് മൈനസ് 10 ലാംഡ പ്ലസ് 4 എന്ന് കിട്ടും. ഓക്കെ, ഓൺ സിംപ്ലിഫൈയിങ് ഇതൊരു സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാം, നിങ്ങൾക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ കിട്ടും. ഇനി ഈ കിട്ടിയ സ്ട്രൈറ്റ് ലൈനും ഇതും രണ്ടും ഒരു ലൈനിനെ തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. രണ്ടും പി ക്യൂവിനെ തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പം പി ക്യൂയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇവരുടെ കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഇവരുടെ കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ എന്ത് വരും? 1/1 ഇസ് ഈക്വൽ ടു -1/4 ലാംഡ സ്ക്വയർഡ് മൈനസ് 5 ലാംഡ ഇസ് ഈക്വൽ ടു 3/-8 ലാംഡ സ്ക്വയർഡ് പ്ലസ് 10 ലാംഡ പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, ഇത് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടും. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോൾവ് ചെയ്യുമ്പോൾ ലാംഡയ്ക്ക് 2 വാല്യൂ കിട്ടും. 1/4 വരും, ലാംഡ ഈക്വൽ ടു 1 വരും. സോ ദാറ്റ് 4 ലാംഡ ഇസ് ഈക്വൽ ടു 1 ആൻഡ് 4 ലാംഡ ഇസ് ഈക്വൽ ടു 4. നമുക്ക് വേണ്ടത് ലീസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് 4 ലാംഡ ആണ്. 4 ലാംഡയുടെ ലീസ്റ്റ് പോസിബിൾ വാല്യൂ ഈസ് 1. സോ കറക്റ്റ് ആൻസർ ഇസ് 1. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലെബിനിറ്റ്സ് റൂൾ ഓഫ് ഡിഫറൻസിയേഷനെ ബേസ് ചെയ്ത് വരുന്ന ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ലെബിനിറ്റ്സ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ അറിഞ്ഞിരിക്കുക. ഡിഫറൻസിയേഷൻ അണ്ടർ ഇൻ്റഗ്രൽസ് ആയി, ദാറ്റ് ഈസ് നിങ്ങൾക്ക് d/dx ഓഫ് ഇൻ്റഗ്രൽ ആൽഫ ഓഫ് എക്സ് ടു ബീറ്റ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ടി ഡി ടി ഇസ് ഈക്വൽ ടു സെയിം ഇൻ്റർവെൽ ഇൻ്റഗ്രൽ ആൽഫ ഓഫ് എക്സ് ടു ബീറ്റ ഓഫ് എക്സ്. ഇതിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡോ/ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ടി ഡി ടി പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് അപ്പർ ലിമിറ്റ് d/dx ഓഫ് ബീറ്റ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് ഇവിടെ ടിക്ക് പകരം ബീറ്റ ഓഫ് എക്സ് റീപ്ലേസ് ചെയ്യുക, അപ്പർ ലിമിറ്റ് റീപ്ലേസ് ചെയ്യുക. സോ എക്സ് കോമ ബീറ്റ ഓഫ് എക്സ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ലോവർ ലിമിറ്റ് ആൽഫ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ ടിക്ക് പകരം ആൽഫ ഓഫ് എക്സ് റീപ്ലേസ് ചെയ്യുക. സോ ദിസ് ഈസ് ലെബിനിറ്റ്സ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ്. ഇപ്പോൾ ആൽഫ ഓഫ് എക്സും ബീറ്റ ഓഫ് എക്സും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്ത് പറ്റും? അപ്പോൾ ഇത് d/dx ഓഫ് ഇൻ്റഗ്രൽ a ടു b എഫ് ഓഫ് എക്സ് കോമ ടി ഡി ടി എന്നാകും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആകുമ്പോഴത്തേക്ക് ഈ രണ്ട് ടേംസും 0 ആയി പോകും. ശരിയല്ലേ? d/dx ഓഫ് ബീറ്റ ഓഫ് എക്സും d/dx ഓഫ് ആൽഫ ഓഫ് എക്സും 0 ആകും, കാരണം ആൽഫ ഓഫ് എക്സ് ബീറ്റ ഓഫ് എക്സ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ. സോ റിമൈനിങ് വിൽ ബി ഇൻ്റഗ്രൽ a ടു b ഡോ/ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ടി ഡി ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്, ഡെറിവേറ്റീവ് ഓഫ്, കാരണം ഇവിടെ എൻ്റെ ലിമിറ്റ്സ് കോൺസ്റ്റൻ്റ് ആണ് 0 ടു ഇൻഫിനിറ്റി. സോ d/dx ഓഫ് 0 ടു ഇൻഫിനിറ്റി ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഈ റൂൾ യൂസ് ചെയ്യാം. എനിക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ദാറ്റ് വിൽ ബി എഫ് ഓഫ് എക്സ് ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പാർഷ്യലി എഫ് ഓഫ് എക്സ് ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാത്രം മതി. പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക മീൻസ് എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ടിയെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. Okay, what is f dash of x? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? സെയിം ലിമിറ്റ് തന്നെയാണ്, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ലെബിനിറ്റ്സ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ e റൈസ് ടു മൈനസ് എക്സ് ടി 1 പ്ലസ് ടി സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുന്നതുകൊണ്ട് ടി സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. e റൈസ് ടു മൈനസ് എക്സ് ടിയുടെ ഡെറിവേറ്റീവ് e റൈസ് ടു മൈനസ് എക്സ് ടി ഇൻറ്റു മൈനസ് ടി എന്ന് വരും ഡി ടി. ഓക്കെ, എഗെയിൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എടുക്കുക. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എടുക്കുമ്പോൾ എന്ത് വരും? ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എഗെയിൻ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e റൈസ് ടു മൈനസ് എക്സ് ടിയുടെ ഡെറിവേറ്റീവ് e റൈസ് ടു മൈനസ് എക്സ് ടി ഇൻറ്റു എഗെയിൻ ഒരു മൈനസ് ടി വരും. സോ ഇറ്റ് ബിക്കംസ് ടി സ്ക്വയർഡ് ഹോൾ ഡിവൈഡ് ബൈ
1 plus t squared dt. Okay, നമുക്കിനി f double dash of x plus f of x കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ f double dash of x f of x ആയിട്ട് എടുത്ത് വെച്ച് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ f double dash of x plus f of x is equal to എന്ത് വരും? രണ്ടുപേർക്കും സെയിം ലിമിറ്റ് ആണ്. സോ ഇൻ്റഗ്രൽ 0 to infinity 1 plus t square കോമൺ ഡിനോമിനേറ്റർ ആണ്. e raised to minus xt കോമൺ എടുക്കാം. സോ ഇറ്റ് വിൽ ബി 1 plus t square റിമൈനിങ് dt. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയുക. ഇതിനിപ്പോൾ നിങ്ങൾക്ക് നോർമലി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus xt ഇൻ്റഗ്രേഷൻ e raised to minus xt by minus x over the limit 0 to infinity. That is equal to upper limit apply ചെയ്യുക. upper limit apply ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ e raised to minus infinity is 0. So 0 minus lower limit 0 apply ചെയ്യുക. So e raised to 0 is 1 by minus x and we will get 1 by x. Okay, so f dash of x, f double dash of x plus f of x 1 by x ആണ്. നമുക്ക് f double dash of 1 by 4 plus f of 1 by 4 ആണ് വേണ്ടത്. So that will be equal to f double dash of, that is equal to 1 by x ആണ്. So 1 by 1 by 4, that is equal to 4. So correct answer is 4. അടുത്ത പ്രോബ്ലം, let a is equal to tan inverse tan 30, b is equal to cos inverse cos 40 and c is equal to sin inverse sin b minus a. Then the sum of all integral values of x satisfying cos inverse cos x greater than or equal to modulus of x plus a minus b minus c. ആദ്യമേ നമുക്ക് tan inverse of tan 30 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് tan inverse of tan x എങ്ങനെയാണ് വരുന്നത്? tan inverse of tan x അതിൻ്റെ പ്രിൻസിപ്പൽ ഡൊമൈനിൽ മാത്രം എക്സിന് ഈക്വൽ ആയിരിക്കും. tan x-ൻ്റെ പ്രിൻസിപ്പൽ ഡൊമൈൻ is -π/2 to π/2. അപ്പോൾ -π/2 to π/2 മാത്രം ഇതിൻ്റെ വാല്യൂ എക്സ് ആണ്. സോ ലൈക്ക് ദിസ്. ഓക്കെ, ഇനി അങ്ങോട്ട് ഈ കർവ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ π/2 to 3π/2 വരെ ഇതിൻ്റെ വാല്യൂ വീണ്ടും ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ശരിയല്ലേ? അഗെയിൻ 3π/2 to 5π/2 വീണ്ടും ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഇത് ആരാ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് y ഈക്വൽ ടു എക്സ്. തൊട്ടിപ്പുറത്ത് വരുന്ന ഇതാരാ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ സ്ലോപ്പ് 1 തന്നെയാണ്. കാരണം ഇതെല്ലാം 45 ഡിഗ്രി ഇൻക്ലിൻഡ് ആയിട്ട് വരുന്ന ലൈൻസ് ആണ്. സോ എല്ലാവരുടെയും സ്ലോപ്പ് 1 തന്നെയാണ്. സോ y ഈസ് ഈക്വൽ ടു എക്സ് തന്നെയാണ്, സ്ലോപ്പ് 1 തന്നെയാണ്. ഇനി ഇതിൻ്റെ y ഇൻ്റർസെപ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മിഡ് പോയിന്റ് ആരാന്ന് നോക്കുക. ഇവിടെ ഈ കേസിൽ ഇതിൻ്റെ മിഡ് പോയിന്റ് പൈ ആണ്. അപ്പോൾ ഇതിൻ്റെ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ y ആക്സിനെ കട്ട് ചെയ്യുന്നത് താഴെ ആയിരിക്കും, അത് -π വെച്ചിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. സോ y ഇൻ്റർസെപ്റ്റ് -π ആയതുകൊണ്ട് ദിസ് വിൽ ബി y ഈക്വൽ ടു എക്സ് മൈനസ് പൈ ആയിരിക്കും. തൊട്ടടുത്ത ഇൻ്റർവെല്ലാകുമ്പോൾ y വിൽ ബി എക്സ് മൈനസ് 2π ആയിരിക്കും. അപ്പോൾ ഇൻ ജനറലി രണ്ട് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2ൻ്റെ ഇടയിലാണ് നിങ്ങളുടെ നമ്പർ വരുന്നത് എങ്കിൽ ആൻസർ വിൽ ബി എക്സ് മൈനസ് ഇവർ രണ്ടുപേരുടെ ആവറേജ് ആയിരിക്കും. കാരണം ഇവർ രണ്ടുപേരുടെ മിഡ് പോയിന്റ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കേണ്ടത് ഈ 30 ഏതൊക്കെ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2ൻ്റെ ഇടയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 30 19 π/2നും 21 π/2നും ഇടയിലാണ്. നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ 30 19 π/2, അപ്പോൾ എക്സെട്ര ഇങ്ങനെ പോയി 19 π/2നും 21 π/2നും ഇടയിലായിരിക്കും നമ്മുടെ വാല്യൂ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ആ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ y ഈക്വൽ ടു എക്സ് ആണ്, മൈനസ് ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെ ആവറേജ് ആയിരിക്കും. ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെ ആവറേജ് എന്ത് വരും? രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 20π/2, ദാറ്റ് വിൽ ബി 10π. അപ്പോൾ ആ റീജിയണിൽ ഇറ്റ് വിൽ ബി എക്സ് മൈനസ് 10π. സോ tan inverse of tan 30 will be x minus 10π, that is 30 minus 10π. ഓക്കെ, ഇതേപോലെ നമുക്ക് അടുത്ത ആളെ കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 40 ആണ്. അപ്പോൾ അതും ഇതേപോലെ നമുക്ക് ഗ്രാഫ് ആലോചിച്ച് നോക്കാം. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 40 നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 40 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കോസിൻ്റെ പ്രിൻസിപ്പൽ ഡൊമൈൻ 0π ആണ്. അപ്പോൾ 0πയിൽ കോസിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സിൻ്റെ 0πയിൽ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ റിപ്പീറ്റഡ് കർവ് ആയിരിക്കും. ഇതിങ്ങനെ ആയിരിക്കും കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സിൻ്റെ ഗ്രാഫ് പോകുന്നത്. സോ ദിസ് ഇസ് പൈ, ദിസ് ഇസ് 2π, ദിസ് ഇസ് 3π, 4π എക്സെട്ര. ഓക്കെ, ഈ കേസിൽ നമ്മൾ നോക്കേണ്ടത് 0 to π ഇടയിലാണ് എങ്കിൽ ദാറ്റ് വിൽ ബി y ഈക്വൽ ടു എക്സ്.
പൈ ടു 2π ഇടയിലാണെങ്കിൽ ഈ ലൈൻ തിരിഞ്ഞാണ് വരുന്നത്. അപ്പോൾ സ്ലോപ്പ് -1 വരും, കാരണം ഇതിന് 145 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണുള്ളത്. സോ ഇറ്റ് വിൽ ബി -x. ഇനി ഇതിൻ്റെ y ഇൻ്റർസെപ്റ്റ് നിങ്ങൾ നോക്കി. ഇതിൻ്റെ y ഇൻ്റർസെപ്റ്റ് ഇത് 2πയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ എൻഡും 2πയിൽ പോയായിരിക്കും കട്ട് ചെയ്യുന്നത്. സോ 2π തന്നെ ആയിരിക്കും y ഇൻ്റർസെപ്റ്റ്. ഇതാണ് എങ്കിൽ y = x ആണ്, സ്ലോപ്പ് 1 ആണ്. ഇനി y ഇൻ്റർസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ താഴെ പോയായിരിക്കും കട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ ബി -2. ഓക്കെ, എക്സെട്ര ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഓഡ് പൈ ടു ഈവൺ മൾട്ടിപ്പിൾ ഓഫ് പൈ ആണോ നോക്കുക. ഓഡ് പൈ ടു ഈവൺ മൾട്ടിപ്പിൾ ഓഫ് പൈക്കിടയിലാണ് നമ്മുടെ നമ്പർ വരുന്നതെങ്കിൽ ഗ്രാഫ് മുകളിൽ നിന്ന് താഴോട്ടാണ് വരുന്നത്. അപ്പോൾ സ്ലോപ്പ് -1 വരും. അതേസമയം ഈവൺ മൾട്ടിപ്പിൾ ഓഫ് പൈ ഇരുന്ന് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈയിലോട്ടാണ് എങ്കിൽ ഗ്രാഫ് മുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്ലോപ്പ് 1 വരും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആദ്യം 40 ഏതൊക്കെ പൈയുടെ മൾട്ടിപ്പിൾസിൻ്റെ ഇടയിലാണ്. 40 12πയ്ക്കും 13πയ്ക്കും ഇടയിലാണ്. അപ്പോൾ 12πയ്ക്കും 13πയ്ക്കും ഇടയിലാണ് 40 വരുന്നത്. അപ്പോൾ 12πയ്ക്കും 30πയ്ക്കും ഇടയിൽ എങ്ങനെയായിരിക്കും ഗ്രാഫ് വരുന്നത്? ദാറ്റ് ഈസ് ഈവൺ ടു ഓഡ്. ഈവൺ ടു ഓഡ് ആകുമ്പോൾ ഗ്രാഫ് മുകളിലോട്ടാണ് വരുന്നത്. സോ y = x ആയിരിക്കും. സോ y = x. ഇനി ഇത് ഓക്കെ, 12πയ്ക്കും 13πയ്ക്കും ഇടയിലാണ്. അപ്പോൾ 12πയ്ക്കും 13πയ്ക്കും ഇടയിലാണെങ്കിൽ ആലോചിച്ച് നോക്കിയേ, ഈവൺ പൈക്കും ഓഡ് പൈക്കും ഇടയിൽ, ഈവൺ മൾട്ടിപ്പിൾ ഓഫ് പൈക്കും ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈക്കും ഇടയിലാണ്. അപ്പോൾ ഗ്രാഫ് മുകളിലോട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഗ്രാഫ് മുകളിലോട്ടായിരിക്കും പോകുന്നത്. സോ y = x ആയിരിക്കും. ഇനി ഇതിൻ്റെ ഇൻ്റർസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് 12πയിലാണ് കട്ട് ചെയ്യുന്നത്. 12πയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ y ആക്സിനെ -12πയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. അപ്പോൾ y ഇൻ്റർസെപ്റ്റ് -12π ആണ്. സോ x -12π ആണ്. So its value will be 40 - 12π ആയിരിക്കും ആ ഇൻ്റർവെൽ. സോ cos inverse of cos x is 40 - 12π. ഇനി നമുക്ക് അടുത്ത കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ b - a ആണ്. ഓൾറെഡി എയുടെയും ബിയുടെയും വാല്യൂ അറിയാവുന്നതുകൊണ്ട് നമുക്കത് ഇനിയിപ്പം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. എയുടെയും ബിയുടെയും വാല്യൂ അറിയാവുന്നതുകൊണ്ട് എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ it will be b minus a. b minus a will be 10 - 2π എന്ന് വരും. സൈൻ പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. വിത്ത് പീരിയഡ് 2π ആയതുകൊണ്ട് ഇവിടെ നിന്ന് 2π റിമൂവ് ചെയ്ത് കളയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്ന് 2π പോയി കഴിഞ്ഞാൽ it will be sin inverse sin 10. അപ്പോൾ വീണ്ടും നമ്മൾ sin inverse sin x-ൻ്റെ ഗ്രാഫ് വെച്ച് വേണം അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. sin inverse sin x-ൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ -π/2 π/2ൽ അതിൻ്റെ വാല്യൂ x ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പോൾ ഇങ്ങനെ പോകുന്നൊരു ഗ്രാഫാണ്. സോ ദിസ് ഇസ് ഇൻ π/2 to 3π/2, again 3π/2 to 5π/2, and 5π/2 to 7π/2. ഓക്കെ, നമുക്ക് ഈ 10 ഏതിൻ്റെയൊക്കെ ഇടയിലാണെന്ന് നോക്കുക. 10 വരുന്നത് 5π/2നും 7π/2നും ഇടയിലാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതാണെങ്കിൽ എൻ്റെ ഗ്രാഫ് എന്തായിരിക്കും വരുന്നത്? ഇതിൻ്റെ ഗ്രാഫ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇത് താഴോട്ടായതുകൊണ്ട് സ്ലോപ്പ് -1 ആണ്. സോ ദാറ്റ് ഈസ് y = -x. ഇനി ഇതിൻ്റെ y ഇൻ്റർസെപ്റ്റ് ഈ പോയിന്റ് ആരാന്ന് നോക്കുക. അത് 3π ആണ്. അപ്പോൾ y ആക്സിന് മുകളിൽ 3πയിലേ കട്ട് ചെയ്തോളൂ. അപ്പോൾ y ഇൻ്റർസെപ്റ്റ് 3π ആണ്. സോ +3π ആയിരിക്കും ഈ റീജിയണിലെ ഗ്രാഫ്. സോ ആൻസർ വിൽ ബി -10 + 3π. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 3 പേരുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. എ ബി സിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, എ ബി സിയുടെ വാല്യൂ കിട്ടി. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സം ഓഫ് ദി ഇൻ്റഗ്രൽ വാല്യൂസ് സാറ്റിസ്ഫൈയിങ് cos ഇൻവേഴ്സ് cos x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x + a - b - c. ഇനിയിപ്പോൾ നമുക്കത് ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. സോ cos ഇൻവേഴ്സ് cos x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x + a - b - c. എ ബി സി 3 പേരുടെ വാല്യൂ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് π എന്ന് കിട്ടും. സോ മോഡുലസ് ഓഫ് x - π എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് cos ഇൻവേഴ്സ് cos x-ൻ്റെ ഗ്രാഫ് എവിടെയാണ് x - π-നേക്കാൾ വലുതാകുന്നതെന്നാണ് അറിയേണ്ടത്. നമുക്ക് രണ്ടുപേരുടെയും ഗ്രാഫ് വരയ്ക്കാം. ഓൾറെഡി നമുക്ക് cos ഇൻവേഴ്സ് cos x-ൻ്റെ ഗ്രാഫ് അറിയാം. നമ്മൾ സ്കെച്ച് ചെയ്തതാണ്. 0πക്കിടയിൽ ഇങ്ങനെയാണ് വരുന്നത്. π to 2πയിൽ the graph will be like this. So this is the graph of cos inverse cos x. ഇനി y = mod x minus πയുടെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ y = mod x ഒരു വി ഷേപ്ഡ് ഗ്രാഫാണ് ലൈക്ക് ദിസ്. y = mod x minus π ആണെങ്കിൽ π യൂണിറ്റ്സ് റൈറ്റിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ പൈയിലായിരിക്കും ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റ്സും ആരാണെന്ന് നോക്കിയാൽ മതി. ഇവ ഈ രണ്ട് ലൈൻ സെഗ്മെൻറ്റിൻ്റെയും പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടാനേ ഉള്ളൂ. ദിസ് പോയിന്റ് വിൽ ബി π/2 and this will be 3π/2.
അപ്പോൾ പൈ ബൈ ടുവിനും 3π/2നും ഇടയിലാണ് ഉള്ള റീജിയണിലാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയണിലെ ഇൻ്റഗ്രൽ വാല്യൂസ് ആരൊക്കെയാണ്? π/2 ഈസ് 1 പോയിൻറ്റ് സംതിങ്, സോ ഇത് 1 പോയിൻറ്റ് സംതിങ് ആണ്. ആൻഡ് 3π/2 ഈസ് 4 പോയിൻറ്റ് സംതിങ്. അപ്പോൾ ഇത് രണ്ടിനും ഇടയിൽ വരുന്ന ഇൻറ്റീജേഴ്സ് ആരൊക്കെയാണ്? ദാറ്റ് ആർ 2, 3 ആൻഡ് 4. ഇവർ 3 പേരുമാണ് ഈ റീജിയണിൽ വരുന്ന ഇൻറ്റീജേഴ്സ്. അപ്പോൾ ഈ റീജിയണിൽ വരുന്ന ഇൻറ്റീജേഴ്സിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. സോ 2 + 3 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. സോ കറക്റ്റ് ആൻസർ ഇസ് 9. അടുത്തത് എ, ബി, സി ആൻഡ് ഡി ആർ നോട്ട് നെസസറിലി ഡിസ്റ്റിൻക്റ്റ് are chosen independently at random from the set S is equal to 0, 1, 2, 3, etc. to 2007. The probability that AD minus BC is even is P/Q. P and Q are relatively prime. Then the value of Q minus P ആണ് question. Okay. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് 4 നമ്പേഴ്സ് ചൂസ് ചെയ്യണം, A, B, C, D, such that AD minus BC even ആയിരിക്കണം. ഓക്കെ, AD minus BC ഈവൺ ആയിരിക്കണം. ആലോചിച്ച് നോക്കുക, AD minus BC എപ്പോഴാണ് ഈവൺ ആകുന്നത്? AD minus BC ഈവൺ ആവണമെങ്കിൽ ഒന്നെങ്കിൽ ഇവർ രണ്ടുപേരും ഈവൺ ആകണം. ഇവർ രണ്ടുപേരും ഈവൺ ആകണം. ഇതും ഈവണായി, ഇതും ഈവൺ ആയി കഴിഞ്ഞാൽ ഡിഫറൻസ് ഈവൺ ആകും. അല്ലെങ്കിൽ രണ്ടുപേരും ഓഡ് ആയാലും മതി, ഓഡ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസും ഈവൺ ആണ് വരുന്നത്. സോ രണ്ടാമത്തെ കേസ് ADയും ഓഡായി മൈനസ് BCയും ഓഡായി കഴിഞ്ഞാൽ ഇത് ഈവൺ വരും. ഓക്കെ, നമുക്ക് അപ്പോൾ ആദ്യത്തെ കേസിൻ്റെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യത്തെ കേസിൻ്റെ പ്രോബിലിറ്റി മീൻസ് എയും ബിയും ഈവൺ ആകണം. അപ്പോൾ AB ഈവൺ ആകും, അതിൻ്റെ കൂടെ തന്നെ സിയും ഡിയും ഈവൺ ആകണം. ഓക്കെ, ഇനി ഇവിടെ ഇവർ രണ്ടുപേരും ഈവൺ ആകാനുള്ള പ്രോബിലിറ്റി എന്താണ്? AD ഈവൺ ആകണമെങ്കിൽ AD ഈവൺ ആകണം, BCയും ഈവൺ ആകണം, ശരിയല്ലേ? ഇനി AD ഈവൺ ആകാനുള്ള പ്രോബിലിറ്റി, അതിനു മുമ്പ് ആദ്യമേ ഇതിനകത്ത് എത്ര ഈവൺ നമ്പേഴ്സും എത്ര ഓഡ് നമ്പേഴ്സും ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എത്ര ഈവൺ നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈവൺ നമ്പേഴ്സ് 0, 2, 4 etc. 2006 ആണ് ഈവൺ നമ്പേഴ്സിൻ്റെ എണ്ണം. ഓഡ് നമ്പേഴ്സിൻ്റെ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 1, 3, 5 etc. 2007. എനിവേ ഇവിടെ ഓഡ് നമ്പേഴ്സിൻ്റെ എണ്ണവും ഈവൺ നമ്പേഴ്സിൻ്റെ എണ്ണവും ഈക്വൽ ആണ്. രണ്ടുപേരും ഈക്വൽ ഇൻ നമ്പർ ആയതുകൊണ്ട് രണ്ടുപേരുടെയും പ്രോബിലിറ്റി 1/2 1/2 തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനൊരു ഓഡ് നമ്പർ സെലക്ട് ചെയ്യാനും ഈവൺ നമ്പർ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/2 1/2 ആണ്. അപ്പോൾ AD ഈവൺ ആകാനുള്ള പ്രോബിലിറ്റി എന്താണ്? AD ഈവൺ ആകാനുള്ള പ്രോബിലിറ്റി മീൻസ് AD ഈവൺ ആകണമെങ്കിൽ, പ്രോഡക്റ്റ് ഈവൺ ആകണമെങ്കിൽ ഒന്നുകിൽ രണ്ടുപേരും ഈവൺ ആയാൽ മതി, അതായത് 1/2 × 1/2 രണ്ടുപേരും ഈവൺ ആകാനുള്ളത്. അല്ലെങ്കിൽ A ഈവണും D ഓടും ആയാലും മതി, ദാറ്റ് ഈസ് ഓൾസോ 1/2 × 1/2. അതും അല്ലെങ്കിൽ A ഓടും B ഈവണും ആയാൽ മതി, അതും 1/2 × 1/2 തന്നെയാണ്. സോ ദാറ്റ് വിൽ ബി 1/4 + 1/4 + 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 ആണ്. അതേപോലെ BC ഈവൺ ആകാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നതും 3/4 തന്നെയാണ്. അപ്പോൾ ADയും ഈവൺ ആകണം, BCയും ഈവൺ ആകണം. അപ്പോൾ പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി രണ്ടും കൂടെ. സോ പ്രോബിലിറ്റി ദാറ്റ് AD minus BC ഈവൺ ആകുക മീൻസ് ഫസ്റ്റ് കേസ്, ദിസ് ഇസ് കേസ് 1. കേസ് 1 ADയും ഈവണായി BCയും ഈവൺ ആകാൻ, AD ഈവൺ ആകാനുള്ളത് ഒരു 3/4 ആണ്, BC ഈവൺ ആകാനുള്ളതും ഇതുപോലൊരു 3/4 ആണ്.